സൊഹ്റാൻ മംദാനി ന്യൂയോർക്കിന്റെ നാഥനാകുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതെ, ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സൊഹ്റാൻ മംദാനിക്ക് ജയം. ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ മേയറാകുന്ന ആദ്യ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിമാണ് 34-കാരനായ സൊഹ്റാൻ മംദാനി. ഫലസ്തീൻ അനുകൂല നിലപാട് കൊണ്ട് ശ്രദ്ധേയനായ മംദാനിക്കെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. വിർജീനിയയുടെ ആദ്യ വനിതാ മേയറായി അബിഗെയിൽ സ്പാൻബർഗറും തെരഞ്ഞെടുക്കപ്പെട്ടു. വി കെ സുഹൈൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുഹൈൽ, ചരിത്രം കുറിച്ചിരിക്കുകയാണ് മംദാനി. എങ്ങനെയാണ്, വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണോ ജയം? തീർച്ചയായും അമൃത, അമേരിക്കയുടെ ചരിത്രത്തിലെ വലിയൊരു അധ്യായമായി തന്നെ ന്യൂയോർക്കിലെ മംദാനിയുടെ വിജയം നമുക്ക് കാണേണ്ടി വരും. ഇപ്പോൾ വിവിധ മാധ്യമങ്ങൾ അവർ നൽകുന്ന പ്രൊജക്ഷൻ പ്രകാരം 50% വോട്ടുകളാണ് സൊഹ്റാൻ മംദാനി നേടിയിട്ടുള്ളത്. എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ഇപ്പോൾ മംദാനിയുടെ വിജയം പ്രൊജക്ട് ചെയ്തിരിക്കുന്നു. ഔദ്യോഗികമായ ഫലപ്രഖ്യാപനത്തിന് ഇനിയും ആഴ്ചകളെടുക്കും എന്ന് നമുക്കറിയാം. ഇപ്പോൾ 50%-ലധികം വോട്ടുകൾ എന്ന് പറയുന്നത് ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം ഇത്തവണ 3 സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. അവിടെ സാധാരണ രീതിയിൽ ഒരു ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയും ഒരു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മാത്രമേ ഉണ്ടാകാറുള്ളൂ. പക്ഷേ ന്യൂയോർക്കിന്റെ മുൻ മേയറായി ആൻഡ്രൂ ക്യൂബോ ഒരു സ്ഥാനാർത്ഥിയായി അവിടെ ഉണ്ടാകുമ്പോൾ തന്നെ 50%-ലധികം വോട്ടുകൾ നേടിയെന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള വംശീയ വിദ്വേഷം പുലർത്തുന്ന പ്രചാരണം നയിച്ച ആളുകൾ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സൊഹ്റാൻ മംദാനി വിജയിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മംദാനിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിജയത്തിന്റെ പടവുകളാണ്. കാരണം ഒരു 34-കാരനായ ഒരു വ്യക്തി, അതും പുറത്തുനിന്ന് അമേരിക്കയിലേക്ക് എത്തിയ ഒരു യുവാവ്, ഒരിക്കലും നേടാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു സ്ഥാനത്തേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം 2018 മാത്രമാണ് ഔദ്യോഗികമായി US പൗരത്വം നേടുന്നത്. അമേരിക്കയിൽ അതിനു മുമ്പ് താമസിച്ചിരുന്നുവെങ്കിലും പൂർണ്ണമായും അമേരിക്കൻ പേരുകളല്ല മംദാനിക്കുള്ളത് നമുക്കറിയാം. കാരണം ഇന്ത്യയുടെ പ്രമുഖ ചലച്ചിത്ര സംവിധായികയായിട്ടുള്ള മീര നായരാണ് മംദാനിയുടെ അമ്മ. അതേപോലെ തന്നെ ഉഗാണ്ടയിൽ നിന്നുള്ള മഹ്മൂദ് മംദാനിയാണ് അദ്ദേഹത്തിന്റെ പിതാവ്. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു വ്യക്തി ന്യൂയോർക്ക് പോലെയുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു നഗരത്തിന്റെ ചരിത്രം തിരുത്തി കുറിക്കുന്നു. അവിടെ ആകെ ഇളക്കി മറിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള ടേൺ ഔട്ട് പോളിംഗ് ശതമാനമെല്ലാം പുറത്തു വരുമ്പോൾ 20 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ, ന്യൂയോർക്കിന്റെ സമീപകാലത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇത്രയും ആളുകൾ വോട്ട് ചെയ്ത ഒരു വോട്ടെടുപ്പ് തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ജനങ്ങൾ ആകെ ഒന്നായി ഇളകി മറിഞ്ഞ് ഡൊണാൾഡ് ട്രംപിനെതിരായ ഒരു വിധി എഴുത്തും അതേപോലെ തന്നെ അമേരിക്കയിൽ വളർന്നു വരുന്ന വംശീയ വിദ്വേഷത്തിന്റെയും വലതുപക്ഷ തീവ്രവൽക്കരണത്തിന്റെയും ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു വലിയ ഒരു ജനവിധി തന്നെ നൽകണം എന്ന തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന്റെ മംദാനി മുന്നിൽ നിന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. പലതരത്തിലുള്ള സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മംദാനിയുടെ ആശയങ്ങളിലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം പ്രത്യേകിച്ചും ഫ്രീ ആയിട്ടുള്ള ഫ്രീ ബസ്സുകൾ നൽകി, ന്യൂയോർക്ക് നഗരത്തിൽ ഫ്രീ ബസ്സുകൾ, അതേപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ആരോഗ്യ സംവിധാനത്തിലുള്ള ഫ്രീ സംവിധാനങ്ങൾ, ഇതെല്ലാം തന്നെ അദ്ദേഹം ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ യുവാക്കളുടെ കൃത്യമായ മനസ്സ് വായിക്കാൻ മംദാനിക്ക് സാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ വലിയൊരു വിഭാഗം, പ്രത്യേകിച്ച് യുവാക്കളിൽ വളർന്നു വരുന്ന ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള വികാരം, ആ വികാരത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ മംദാനിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം, നേരത്തെ അമേരിക്കയിലെ വലിയൊരു വിഭാഗവും അമേരിക്കൻ മാധ്യമങ്ങളും ഇസ്രായേൽ പക്ഷപാതം കാണിക്കുകയും ഫലസ്തീൻ പോരാളികൾ നടത്തുന്നത് തീവ്രവാദമാണ് എന്ന് പറഞ്ഞു നടക്കുകയും ചെയ്തിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒരു കാലഘട്ടത്തിൽ യുവാക്കൾ എന്താണ് സത്യം എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അവിടെ വേരൂന്നിയ US രാഷ്ട്രീയത്തിലടക്കം വേരൂന്നിയിട്ടുള്ള ഇസ്ലാമോഫോബിയയ്ക്ക് ഒരു തിരുത്തു കുറിക്കാൻ പുതിയ യുവതലമുറക്ക് സാധിച്ചിരിക്കുന്നു. അവർ ടിക്ടോക്കിലായിരുന്നാലും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലായിരുന്നാലും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലായിരുന്നാലും അവർ എന്താണ് സത്യം എന്ന് തിരിച്ചറിയുന്നു. മുഖ്യധാര മാധ്യമങ്ങൾക്കപ്പുറത്തേക്ക് അവിടെയുള്ള യുവതയുടെ ചിന്താശേഷി വളർന്നിരിക്കുന്നു. അതിന്റെ എല്ലാം ഒരു പ്രതിഫലനമാണ് ഇപ്പോഴത്തെ ഈ ന്യൂയോർക്ക് സിറ്റിയിലെ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. ഇപ്പോൾ 34-കാരനായ ഒരു വ്യക്തി, ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു 400 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ തന്നെ ഒരു മുസ്ലിം അവിടെ ഒരു മേയറായിട്ടില്ല. ഇതേപോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കൊന്നും തന്നെ അമേരിക്കയിൽ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇത് സാധ്യമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം നിരാശരായിരുന്നു. ഡൊണാൾഡ് ട്രംപ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അമേരിക്കൻ ജനത വീണ്ടും ഈ തീവ്ര ദേശീയതയുടെയും അതേപോലെ തന്നെ വലതുപക്ഷ വർഗീയതയുടെയും അതേപോലെ തന്നെ
തീവ്ര ക്രിസ്ത്യൻ സയനിസത്തിന്റെയും എല്ലാം ഒരു ഈറ്റില്ലമായി അമേരിക്ക മാറുന്നു എന്ന ഒരു ആശങ്ക ലോകത്തിനുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അമേരിക്കയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഒരു തിരിച്ചുപോക്ക് ഇനി ഉണ്ടാവില്ല എന്നൊക്കെ വിലയിരുത്തിയ ആളുകളുണ്ട്. പക്ഷെ അതെല്ലാം തെറ്റാണ് എന്നും അതെല്ലാം നൈമിഷികമായുള്ള പ്രതിഭാസങ്ങളാണ് എന്നും അമേരിക്കയുടെ ജനാധിപത്യം ചോർന്നു പോയിട്ടില്ല എന്നൊക്കെ തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ന്യൂയോർക്ക് സിറ്റിയിലെ ഈ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. മംതാനിയുടെ ഓരോ വാക്കുകളെയും കൃത്യമായി തന്നെ ഡൊണാൾഡ് ട്രംപ് പേടിക്കുന്നുണ്ടായിരുന്നു. ഈ വിജയം ഡൊണാൾഡ് ട്രംപ് മുൻകൂട്ടി കണ്ടതുകൂടിയാണ്. അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും ഇദ്ദേഹം തീവ്ര ഇടതുപക്ഷക്കാരനാണ്, ജിഹാദിസ്റ്റ് ആണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണമായിരുന്നു. വീണ്ടും ഉസാമ ബിൻ ലാദൻ വരുന്നു, അതേപോലെ തന്നെ അറബിയിൽ സംസാരിക്കുന്നു, സെപ്റ്റംബർ 11 ആക്രമണത്തിന്റെ സൂത്രധാരനാണ് മംതാനി എന്നടക്കമുള്ള വലിയ പ്രചാരണങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ചും ട്വിറ്റർ അടക്കമുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ വ്യാപകമായി തന്നെ ഉത്തരവാദിത്തമുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ തന്നെ പ്രചരിപ്പിച്ചിരുന്നു. പക്ഷെ ആ പ്രചാരണങ്ങൾ മുഴുവനും തള്ളിക്കളയാൻ ന്യൂയോർക്കിലെ ജനത തയ്യാറായിരിക്കുന്നു എന്നുള്ളത് ന്യൂയോർക്കിൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്.